ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ആദർശാണെങ്കിൽ ആപ്പിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ദേവേനെ ആദർശിൻ്റെ റൂമിലേക്ക് ചെന്നിട്ട് പറയുകയാണ്, നീ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, നിനക്കൊന്നും അറിയണ്ടല്ലേ എന്ന്. അപ്പോൾ ആദർശ് ചോദിക്കുകയാണ്, എന്താ അമ്മയെന്ന്. അപ്പോൾ ദേവേനി പറയുകയാണ്, നീ ഒരു അച്ഛനാകാൻ പോവുകയാണ്, അവൾക്ക് ഛർദിലും മനംപുരട്ടലും ഒക്കെ ഉണ്ടെന്ന് പറയുന്നത്, നീ ഒരു ഡോക്ടറെ വിളിക്ക്. എന്നിട്ട് ദേവേനി തന്നെ പറയും, ഡോക്ടറെ വിളിച്ചിട്ടും കാര്യമൊന്നുമില്ല, എന്തായാലും റിസൾട്ട് മാറാനൊന്നും പോകുന്നില്ല എന്ന്. അച്ഛനും ഞാനൊരു മുത്തശ്ശിയാവാൻ പോകുന്നെന്ന് സന്തോഷത്തോടെ ദേവേനി പറയുന്നു. ഈ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് ദേവേനി ഭയങ്കര ചിരിയാണ്. ഇതൊക്കെ ഓർത്തോർത്ത് ദേവേനി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ജയൻ അതിലേക്ക് കടന്നു വരുന്നത്. എന്നിട്ട് ജയൻ ശ്രദ്ധിക്കുകയാണ് ദേവേനി ചിരിക്കുന്നതെല്ലാം. എനിക്ക് എന്താ ഇത്രയും വലിയ സന്തോഷം എന്നിങ്ങനെ ഓർത്തുകൊണ്ട് ജയനാണെങ്കിൽ അടുത്തേക്ക് വന്നിട്ട് ദേവേനി എടുത്ത് ചോദിക്കുകയാണ്, തനിക്ക് എന്താ ഇത്രയും വലിയ സന്തോഷം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ദേവേനി പറയുകയാണ്, എന്താ എനിക്കെന്താ സന്തോഷം, ഞാനൊന്നും ചിരിച്ചില്ലല്ലോ എന്നിങ്ങനെയൊക്കെ പറയുകയാണ്. ജയൻ പറയുകയാണ്, ഞാൻ ഇങ്ങോട്ട് വന്ന സമയം നീ ഭയങ്കര ചിരിയൊക്കെ ആയിരുന്നല്ലോ എന്ന്. എല്ലാ കോമഡി ആണെങ്കിൽ എൻ്റെ അടുത്തും കൂടി പറ, നമുക്ക് രണ്ടുപേർക്കും ചിരിക്കാമെന്ന് ഇങ്ങനെ പറയുമ്പോൾ ദേവേനി പെട്ടെന്ന് ഒരു കള്ളക്കഥ ഉണ്ടാക്കുകയാണ്. നമ്മൾ രണ്ടുപേരും കൂടി കല്യാണം കഴിഞ്ഞതിന് ശേഷം മൂന്നാറിലേക്ക് പോയപ്പോൾ ജയേട്ടൻ അവിടെ വീഴുകയായിരുന്നില്ലേ, എന്നിട്ട് എഴിക്കാൻ നോക്കിയല്ലോ, അപ്പോൾ വീണ്ടും വീഴുകയായിരുന്നില്ല. അങ്ങനെ വീഴുന്നതും എഴിക്കുന്നതൊക്കെ ആലോചിച്ചപ്പോൾ എനിക്ക് ചിരി വന്നു എന്ന്. അപ്പോൾ ജയൻ പറയുകയാണ്, എന്നെ എഴിപ്പിക്കാൻ വന്നപ്പോൾ താനും വീഴുന്നല്ലോ എന്ന്. അപ്പോൾ ജയനും ചിരിക്കുകയാണ്. അപ്പോൾ ദേവേനി പറയണേ, ഇത് ജയേട്ടൻ ഇപ്പോൾ ആലോചിച്ച് ചിരിച്ചില്ലേ, ഇതൊക്കെ ഓർമ്മിച്ച് ചിരിച്ചുകൊണ്ടാണ് ഞാൻ ഇരുന്നതെന്ന് ദേവേനി ഇപ്പോൾ ജയൻ്റെ അടുത്ത് പറയുകയാണ്. ജയൻ പറയുകയാണ്, അച്ഛൻ ബിസിനസ്സിൽ നിന്ന് മാറിയതിന് ശേഷം ഇപ്പോൾ ജോലി തിരക്ക് കൂടി ജയനും അങ്ങനെയൊക്കെ തന്നെയാണ് എന്നൊക്കെ. എന്തായാലും ഇപ്പോൾ ബിസിനസ് കാര്യമില്ല, നമ്മളെ മക്കളെ ഏറ്റെടുത്ത സ്ഥിതിക്ക് ഇനി മുതൽ നമുക്കൊരു യാത്ര പോയാൽ കൊള്ളാമായിരുന്നു എന്ന്. അപ്പോൾ പോവുകയാണെങ്കിൽ അജയനെ കൂടി വിളിക്കാമെന്ന് പറയുമ്പോൾ ദേവേനി പറയുകയാണ്, വീട്ടിലുള്ളവരെല്ലാവർക്കും കൂടി ഒരുമിച്ച് നമുക്ക് യാത്ര പോകാമെന്ന്. എന്തായാലും ആദർശ് കൂടെ വരണമെന്നിങ്ങനെ ദേവേനി പറയുമ്പോൾ ജയൻ പറയുകയാണ്, ആദർശ് കൂടെ വരുമ്പോൾ നയനയും കൂടെ വരത്തില്ലേ, നയന കൂടെ വരുന്നത് തനിക്ക് ഇഷ്ടമാകുമോ എന്ന്. ഇഷ്ടമൊന്നും ഉണ്ടായിട്ടല്ല, എന്തായാലും ആദർശ് വരുമ്പോൾ അവളും കൂടെ വരുമല്ലോ, അപ്പോൾ അവളും കൂടി വരട്ടെ, അപ്പോൾ ഒരു വഴക്കൊഴിവാകുമല്ലോ എന്നുള്ള കാര്യം കൊണ്ടാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ദേവേനി പറയാണ്, ഞാനിപ്പോൾ എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല പ്രാധാന്യം കൊടുക്കുന്നത്, എൻ്റെ മോൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നതെന്ന്. അപ്പോൾ എന്തായാലും നീ മനസ്സിലാക്കി കഴിഞ്ഞല്ലോ, നിൻ്റെ മോന് നയനയില്ലാതെ പറ്റത്തില്ല എന്ന്. അപ്പോൾ ആ മോൻ്റെ ഭാര്യയും നയനയും നമുക്ക് എന്താ അംഗീകരിച്ചാൽ കുഴപ്പമെന്ന് ദേവേനിയോട് ചോദിക്കുമ്പോൾ, അംഗീകരിച്ച് സ്നേഹിക്കാമായിരുന്നല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ദേവേനി പറയുകയാണ്, നയന ഇപ്പോൾ ടൂറ് പോയിരിക്കുകയല്ലേ എന്ന്. അപ്പോൾ ജയൻ പറയുകയാണ്, നീ സമ്മതിച്ചിട്ടല്ലേ അവരിപ്പോൾ ടൂറ് പോയത് എന്ന്. ഞാൻ സമ്മതിച്ച് തന്നെയാണ് പോയത്, അവൾ ഇവിടെ ഉണ്ടെങ്കിൽ അധിക സമയമൊന്നും എനിക്ക് അവളുടെ മുഖം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ആദർശ് അവളെ വിളിച്ചുകൊണ്ട് പോയപ്പോൾ അതത്രയും ഒഴിവായി കിട്ടിയല്ലോ അവളുടെ മുഖം കാണുന്നതിൽ നിന്നും, അതുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചതെന്ന് പറയുമ്പോൾ ജയനാണെങ്കിൽ ഭയങ്കര സങ്കടമാണ് തോന്നുന്നത്. എന്നിട്ട് ജയൻ പറയുകയാണ്, നമ്മളുടെ മകനെ അവളില്ലാതെ പറ്റത്തില്ല എന്നായ അവസ്ഥയ്ക്ക് നമുക്ക് അവളെ ചേർത്ത് പിടിക്കുകയല്ലേ വേണ്ടതെന്ന്. ഇത് ദേവേനി പറയുകയാണ്, വേണമെങ്കിൽ ജയേട്ടൻ ചേർത്ത് പിടിച്ചു, എന്നെ അതിനൊന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞിട്ട് ബെഡിൽ നിന്ന് പെട്ടെന്ന് ദേവേനി എഴുതിക്കുകയാണ്. എന്നിങ്ങനെ പറയുകയാണെങ്കിലും ദേവേനി ചിരിയൊക്കെ അടക്കി പിടിക്കുന്നതൊക്കെ ജയൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ജയൻ എന്നിങ്ങനെ ശ്രദ്ധിക്കുന്നത് കണ്ടപ്പോൾ ദേവേനിയെ ചിരിയൊക്കെ ഉള്ളിലൊതുക്കി മിണ്ടാതെ നിൽക്കുകയാണ്. അതിനുശേഷം പിന്നീട് ആദർശിനെ നയനെയാണ് കാണിക്കുന്നത്. ആദർശാണെങ്കിൽ നയനെ ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് ഞാൻ ആദർശേട്ടാന്ന് ഇങ്ങനെ പറയുന്ന സമയത്ത് ആദർശ് പറയുകയാണ്, നമ്മളിപ്പോൾ ഉടനെ തിരിച്ചു പോകും, ഞാൻ ഇനി ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ്. അവനിങ്ങനെ രാവും പകലും ഇല്ലാതെ സ്നേഹിക്കണം. ഇന്നലെ രാത്രിയാണെങ്കിൽ ഉറങ്ങിയിട്ടില്ല, രാത്രി ഉറങ്ങിയില്ലാന്ന് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അസുഖക്കാരൻ ആദർശേട്ടനാണല്ലോ. അങ്ങനെ പറയണ അമ്മയ്ക്ക് നല്ല പേടിയുണ്ട്, തന്റെ തണുപ്പൊക്കെ ഉള്ളതിൽ ആദർശേട്ടന് ശ്വാസം മുട്ടൊക്കെ വരുമോ എന്നുള്ള കാര്യത്തിൽ. ആദർശ് പറയണ, ആരാ അസുഖക്കാരൻ, നീയല്ലേ അമ്മയ്ക്ക് കരളൊക്കെ പകർത്തു കൊടുത്ത. അപ്പോൾ ദേവേനിയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കറക്റ്റ് സമയത്തിന് ദേവേനി ഫോൺ വിളിക്കുകയാണ്. ആദർശ് പറയുകയാണ്, അമ്മയാണ് വിളിക്കുന്നതെന്ന്. അപ്പോൾ നയന പറയുകയാണ്, അമ്മയുടെ കാര്യം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ വിളിച്ചല്ലോ എന്ന് പറയുമ്പോൾ ആദർശ് പറയുകയാണ്, ഇതാണ് അമ്മയും മകനും തമ്മിലുള്ള ആത്മബന്ധം. അപ്പോൾ ആദർശ് ഫോൺ അടിക്കുകയാണ്. അപ്പോൾ ദേവേനി ചോദിക്കുകയാണ്, എണീറ്റില്ലേ എന്ന്. അപ്പോൾ ആദർശ് പറയുകയാണ്, 8 മണിയായില്ലേ, പിന്നെ എണീക്കാതെ ഇരിക്കുമോ അമ്മയെന്ന്. അതിനുശേഷം ദേവേനി ആദർശിനടുത്ത് പറയുകയാണ്, അവിടെ അമ്പലം കാണാൻ നിങ്ങൾ പോയി അവിടെ പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ ആദർശ് പറയുകയാണ്, അവിടെ ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ അമ്മയുടെ പേര് മൃത്യുഞ്ജയ അർച്ചന നടത്താമായിരുന്നു എന്ന് നയന പറഞ്ഞു എന്ന്. അപ്പോൾ ദേവേനി പറയുകയാണ്, എനിക്ക് വേണ്ടി ഒന്നും നിങ്ങൾ നടത്തണ്ട, നിങ്ങൾക്ക് വേണ്ടി നടത്തിയാൽ മതിയെന്ന്. എന്നിട്ട് ദേവേനി പറയുകയാണ്, അവിടെ കുന്നുമലയെല്ലാം കാണും, അവിടെയൊന്നും കയറി ചാടരുത് എന്ന്.
ആദർശ് ചോദിക്കുകയാണ് എൻ്റെ അടുത്തോ നൈനയുടെ അടുത്തോ പറഞ്ഞു എന്ന്. അപ്പോൾ ദേവയാനി പറയണ നിന്റെ അടുത്ത് തന്നെയാണ് പറഞ്ഞത്, അവിടെ നല്ല തണുപ്പൊക്കെ ഉള്ള സ്ഥലമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അസുഖം കൂടും. അതിനുശേഷം പറയുകയാണ് നല്ല വഴിയുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി, കുന്നിന്റെ മുകളിലൊന്ന് വലിഞ്ഞു കയറാൻ നിൽക്കണ്ട, നിന്റെ ശരീരം നോക്കണം. അവിടെ എത്തിയിട്ട് നീ വിളിച്ചില്ലല്ലോ, ഇന്നലെയും വിളിച്ചില്ല, ഇന്ന് രാവിലെയും വിളിച്ചില്ല. ആദർശ് പറയുകയാണ് ഇന്നലെ വിളിച്ചിരുന്നെന്ന് നെറ്റ്വർക്ക് കിട്ടിയിരുന്നില്ല എന്ന്. അപ്പോ ദേവയാനി പറയാണ് ശരി, അതൊക്കെ വിളിച്ചില്ലെങ്കിലും പോട്ടെ, അതൊന്നും കുഴപ്പമില്ല. ഇത് ദേവയാനി പറയാണ് ശരീരം നന്നായി ശ്രദ്ധിക്കണം, ഇടയ്ക്കൊക്കെ ഫോൺ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഫോണങ്ങ് കട്ട് ചെയ്യാണ്. ഫോണൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നൈന പറയുകയാണ് എത്ര തവണ ഞാൻ അമ്മേനെ വിളിക്കാൻ പറഞ്ഞു എന്നിട്ട് വിളിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ ആദർശ് പറയുകയാണ് ഒരു തവണ ഞാൻ വിളിച്ചിരുന്നു, അപ്പൊ കിട്ടിയിരുന്നില്ല എന്ന്. നൈന പറയുന്ന അതിനുശേഷം ഞാൻ വിളിക്കാൻ പറഞ്ഞില്ല, ആദർശേട്ടൻ വിളിച്ചില്ലല്ലോ എന്നും. ഞാൻ പറയുകയാണ് ആദർശേട്ടന് അതിനൊന്നും അല്ലായിരുന്നല്ലോ, സമയം വേറെ മറ്റും കാര്യങ്ങൾക്കും അല്ലേ ആയിരുന്നു എന്ന് പറഞ്ഞ് കളിയാക്കുകയാണ്. അപ്പൊ ആദർശ് പറയണം നമ്മളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു രാത്രി ഇതുവരെയ്ക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ, അത് ഇന്നലെയാണല്ലോ സംഭവിച്ചതെന്ന്. അപ്പോൾ ആരായിരുന്നാലും കുറച്ച് സ്വാർത്ഥനൊക്കെ ആവുമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് നൈനയെ ചേർത്ത് പിടിക്കുകയാണ്. അപ്പൊ നൈന പറയുകയാണ് അമ്മ പറഞ്ഞത് അടുത്ത അമ്പലമൊക്കെ കാണും, അവിടെ പോവാനല്ലേ പറഞ്ഞെന്ന്. പറഞ്ഞതുപോലെ അടുത്ത അമ്പലമൊക്കെ ഉണ്ടാവുന്ന നോക്കാം, എന്നിട്ട് അവിടെ പോയി തൊഴുതിട്ട് വന്നതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാമെന്ന് നൈന പറയുമ്പോൾ ആദർശ് പറയുകയാണ് അമ്മ പറയുന്നതെല്ലാം നിനക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ എന്ന്. അപ്പൊ നൈന പറയുകയാണ് അതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് നൈന പറയുകയാണ് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാമെന്ന്. അപ്പൊ ആദർശ് പറയുകയാണ് എനിക്ക് നല്ല വിശപ്പുണ്ട് എന്ന്. ഒരു ചെറിയ ചിരിയുടെ ആദർശ് അങ്ങോട്ട് പോകാൻ. അതിനുശേഷം നൈനയാണെങ്കിൽ നാണത്തോടെ അതൊക്കെ ആലോചിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് അനിയാണെങ്കിൽ ഓഫീസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് അനാമിക കടന്നു വരികയാണ്. എന്നിട്ട് അനാമിക ചോദിക്കുകയാണ് നീ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ അനി പറയുകയാണ് ആദർശേട്ടൻ ഇല്ലാത്തതിൽ അപ്പോൾ ഓഫീസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണ്, കമ്പനിയിലെ കാര്യങ്ങൾ നോക്കണം, അവിടേക്ക് പോകണം എന്നൊക്കെ അനി പറയുകയാണ്. അപ്പൊ അനാമിക അനിയോട് ചോദിക്കുന്നു നീ കമ്പനിക്ക് തന്നെയാണോ പോകുന്നത് അതോ മറ്റെവിടേക്കെങ്കിലും ആണോ എന്ന്. അപ്പോൾ എനിക്ക് ദേഷ്യം വരികയാണ്. അപ്പൊ അനി പറയുകയാണ് എങ്കിൽ ശരി നീ കൂടെ എൻ്റെ കൂടെ പോരും, ഞാൻ എവിടെയാണ് പോണത് ആരെയൊക്കെ കാണുന്നു എന്നല്ല നിനക്കും കാണാമല്ലോ, കൂടെ പോരെ എന്ന് ദേഷ്യത്തോടെ അനിയും പറയുകയാണ്. എന്നിട്ട് അതെല്ലാം കണ്ടുവച്ച് നീ ഇവിടെ വന്ന് വഴക്കുണ്ടാക്കിക്കോ, അതല്ലേ നിന്റെ ജോലി എന്ന്. അപ്പൊ അനാമിക പറയുകയാണ് നിന്റെ ഏട്ടനാണ് ഇപ്പോൾ ടൂറ് പോയിരിക്കുന്നത്, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പുതുമോടി, എന്നിട്ട് നീ എന്നെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ അനാമിക അനിയോട് ചോദിക്കുകയാണ്. അവരാണ് ഇപ്പോൾ ടൂറ് പോയിരിക്കുന്നത് എന്നിങ്ങനെ അനാമിക പറയുമ്പോൾ അനി പറയുകയാണ് നമ്മൾ എന്തിനാ വെറുതെ എവിടെയെങ്കിലും പോയി റൂം എടുത്ത് അടികൂടുന്ന, അതിനേക്കാളും ഇവിടെ കിടന്ന് അടികൂടിയാൽ പോരെ എന്ന്. അപ്പോൾ എന്നിങ്ങനെ പറഞ്ഞ് മാറി മാറി അങ്ങോട്ട് തമ്മിൽ വഴക്ക് കൂടുകയാണ്. അപ്പൊ അനാമിക പറയുകയാണ് നിന്റെ കൂടെയുള്ള കല്യാണം കഴിഞ്ഞപ്പോഴേ എന്റെ ജീവിതം തീർന്നു എന്ന്. അപ്പൊ അനി പറയുകയാണ് അങ്ങനെ ജീവിതം തീർന്നൊന്നുമില്ല, ഇപ്പോഴുള്ള പെൺകുട്ടികൾ അതൊന്നുമല്ല ചിന്തിക്കുന്ന, ഒരു പെൺകുട്ടികളും ഇങ്ങനെ ശ്വാസം മുട്ടി ജീവിക്കുകയൊന്നും ചെയ്യത്തില്ല എന്ന്. ഇങ്ങനെ നിന്റെ ജീവിതം ശരിയല്ലെങ്കിൽ നീ എനിക്ക് കൈ തന്നിട്ട് പോവുകയാണ് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ അനാമിക പറയുകയാണ് ഞാനിങ്ങനെ കൈ തന്നിട്ട് പോകുമ്പോൾ നിനക്ക് നല്ല സന്തോഷമാവുമല്ലോ എന്ന്, പിരിഞ്ഞു പോകണമെന്ന് നീ വല്ലാതെ അങ്ങ് ആഗ്രഹിക്കുകയാണല്ലേ എന്ന്. അപ്പോൾ അനി പറയുകയാണ് നിനക്ക് നിന്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ അടുത്ത് ഒരു സ്നേഹമില്ല, നിനക്ക് എങ്ങനെയെങ്കിലും ഇവിടെ അനന്തപുരിയിലെ മരുമകളായാൽ മതി എന്നുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അല്ലാതെ നിനക്ക് എൻ്റെ അടുത്ത് ഒരു സ്നേഹവും ഇല്ല, നീ എൻ്റെ പിന്നാലെ നടന്ന് ഈ കല്യാണം നടത്തിയത് നിനക്ക് അനന്തപുരിയിൽ കയറി പറ്റണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ മാത്രമാണെന്നൊക്കെ അനി ഇങ്ങനെയൊക്കെ പഴയ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പൊ അനി പറയുകയാണ് എനിക്ക് വിവാഹത്തിന് മുമ്പേ മനസ്സിലായി എന്തായാലും ഇത് മുന്നോട്ട് പോകത്തില്ല എന്ന്, അതുപോലെയൊക്കെയാണ് കാര്യങ്ങൾ നടന്നതെന്നൊക്കെ അനി ഇങ്ങനെ പറയുകയാണ്. അപ്പൊ അനാമിക പറയുകയാണ് കല്യാണം കഴിഞ്ഞിട്ടും ഒരു പെണ്ണിനെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്ന നിന്നെ ഞാൻ എങ്ങനെ സ്നേഹിക്കാനാ എന്നൊക്കെ അനാമികയും പറയുകയാണ്. അപ്പൊ അനി പറയുകയാണ് നീ എന്നെ സ്നേഹിക്കാൻ വേണ്ടി എന്റെ മനസ്സിലുള്ള ആൾക്കാരെയൊന്നും എനിക്കെടുത്ത് ദൂരെ കളയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അനി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അതിനുശേഷം അനാമികയും ദേഷ്യത്തോടെയാണ് അവിടെ നിൽക്കുന്നത്. അനി ഇങ്ങനെയൊക്കെ പറഞ്ഞതൊക്കെ കേട്ട് അതിനുശേഷം അബിയെയാണ് കാണിക്കുന്നത്. അബിയോട് ചോദിക്കുകയാണ് 5-ാം മാസം നീ എനിക്ക് എന്ത് ഗിഫ്റ്റാ തരാൻ പോകുന്നതെന്ന്. അപ്പോ അബി മനസ്സിൽ ഓർമ്മിക്കുകയാണ് നിനക്ക് 5-ാം മാസം ഞാൻ വാഴപ്പിണ്ടി തരാമെന്ന്. അപ്പൊ നബി ചോദിക്കുന്നു എന്താടാ നീ മനസ്സിൽ ഓർമ്മിച്ചെന്ന്, ഒലക്കയുടെ മൂട് തരാമെന്നായിരിക്കും അല്ലേ എന്ന്. അപ്പൊ അബി പറയാണ് എന്തായാലും ഇപ്പൊ ഒലക്കയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ടും ഒലക്കയുടെ മൂടൊന്നും തരാനൊന്നും പറയാൻ അങ്ങനെ മനസ്സിൽ ഓർമ്മിക്കാനും പറ്റത്തില്ല എന്ന്. നബി പറയുകയാണ് ആദ്യമൊക്കെ നൈനയുടെ ജീവിതം പരിങ്ങലിലായിരുന്നു, ഇപ്പൊ നൈനയും ആദർശേട്ടനും അടിച്ചു പൊളിക്കുകയാണ് ജീവിതം എന്ന്. അപ്പോൾ അബി പറയുകയാണ് ആദർശേട്ടൻ ജ്വല്ലറിയിലെ MD ആണ്, ഞാൻ സാധാരണക്കാരനായ ഒരു ജോലിക്കാരനാണ്.
ആ സമയത്ത് നവ്യ ചോദിക്കുകയാണ്, നിനക്കും 19,000 രൂപ ശമ്പളമുണ്ടല്ലോ, അതൊക്കെ നീ എന്ത് ചെയ്യുകയാണെന്നൊക്കെ. അപ്പൊ അഭി പറയുകയാണ്, അത് ഞാൻ കത്തിച്ച് കളഞ്ഞു എന്ന്. അപ്പൊ നവ്യ പറയുകയാണ്, അത് കത്തിച്ച് കളഞ്ഞു എന്നൊക്കെ നീ മനസ്സിലായി, പക്ഷെ ഞാൻ ചോദിക്കുന്നത് നീ അത് ഏത് പെൺകുട്ടിക്കാണ് കൊടുക്കുന്നതെന്നൊക്കെ. അപ്പൊ അഭി പറയാണ്, നീ ആവശ്യമില്ലാത്ത കാര്യം പറയരുത് എന്ന്. അപ്പൊ നവ്യ പറയുകയാണ്, നിനക്ക് എന്താ ചെലവ്, നിനക്ക് ഭക്ഷണം പോലും ഇവിടെ നിന്നാണ് തരുന്നത്, പിന്നെ നിനക്ക് എന്താ അതിനുള്ള ചെലവ് എന്ന്. നവ്യ ചോദിക്കുകയാണ്, നിനക്ക് എന്താ ചെലവ് അതിന് മാത്രമെന്ന്. എന്നിട്ട് നവ്യ തന്നെ പറയുകയാണ്, നീ എന്തായാലും അയ്യപ്പനെ വരെ പറ്റിച്ചോണ്ട് നടക്കുന്നവനല്ലേ എന്ന്. അപ്പോൾ അഭി പറയുകയാണ്, അയ്യപ്പനെ മനസ്സുരുകി തന്നെയാണ് വിളിച്ചിരിക്കുന്നത്, അടുത്ത പ്രാവശ്യം കഠിന വ്രതമെടുത്ത് മലയ്ക്ക് പോകാമെന്ന് വിചാരിച്ച്. മലയ്ക്ക് പോകുമെന്നിങ്ങനെ പറയുമ്പോൾ നവ്യ പറയുകയാണ്, നീ പറയുന്ന ഒന്ന് ചെയ്യുന്ന വേറെ പ്രവൃത്തിയായിരിക്കുമെന്ന് കളിയാക്കിക്കൊണ്ട് നവ്യ പറയുകയാണ്. നവ്യ പറയുകയാണ്, നീ 5-ാം മാസത്തിൽ ചടങ്ങ് നടത്തുമ്പോൾ എല്ലാവരോടെയും ഒന്ന് പറയും എന്നെ നീ ഒഴിവാക്കാൻ വേണ്ടി എന്ന്. അപ്പോൾ അഭി പറയുകയാണ്, നിന്നെ അങ്ങനെ ഒഴിവാക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി പോയി എന്ന്. അപ്പോൾ നവ്യ പറയുകയാണ്, അങ്ങനെ നീ എന്നെ ഒഴിവാക്കുകയാണെങ്കിൽ ഈ വീട്ടിൽ നിനക്ക് നായയുടെ പോലും വില പോലും കിട്ടത്തില്ല എന്ന് പറയാം. അപ്പോൾ അഭി പറയുകയാണ്, അതുകൊണ്ടാണ് ആണല്ലോ നീയൊക്കെ ഇവിടെ പിടിച്ചു നിൽക്കുന്നതെന്ന്. നവ്യ അഭിയുടെ അടുത്ത് പറയാണ്, നിനക്ക് ഞാൻ പ്രസവിക്കുന്ന കുഞ്ഞിനെ വേണ്ടെങ്കിൽ വീട്ടിലെ ചിലർക്കെങ്കിലും എന്റെ കുഞ്ഞിനെ ആവശ്യമുണ്ട് എന്ന്. അപ്പൊ അഭി പറയണം, അതാണല്ലോ നിന്റെ ബലം എന്ന്. എന്നിട്ട് നവ്യ പറയുകയാണ്, നീ മൂർത്തി മുത്തശ്ശനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ റോട്ടിലൊക്കെ ഒന്ന് അന്വേഷിച്ചു നോക്ക്, ആ മനുഷ്യനെ പോലെ തലയെടുപ്പുള്ള മനുഷ്യൻ ആരുണ്ട് എന്ന്. ഇന്നൊരു മുത്തശ്ശൻ ഒരു വീട്ടിലും കാണത്തില്ല, എന്നിട്ട് അവരുടെ സ്വത്തിനും പണത്തിനും വേണ്ടിയല്ലേ പ്രാധാന്യം കൊടുക്കുന്നത് എന്നൊക്കെ നവ്യ അഭിയോട് പറയുകയാണ്. നീയും ആദർശേട്ടന്റെ അനിയന്റെയും കൂടെയൊക്കെയാണ് എന്നോട് വളർന്നു, എന്നിട്ട് നീ എന്താണ് ഇങ്ങനെ ആയിപ്പോയെന്ന് ദേഷ്യപ്പെട്ട നവ്യ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അതിനുശേഷം അനിയും ഫ്രണ്ട്സിനെയാണ് കാണിക്കുന്നത്. എന്നിട്ട് അനിയാണെങ്കിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം അനിക്ക് അനവിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമില്ലാത്ത കാര്യങ്ങളൊക്കെ ഫ്രണ്ട്സിനടുത്ത് ഇങ്ങനെ പറയുകയാണ്. ഫ്രണ്ട്സ് പറയുകയാണ്, ഞങ്ങൾ വിചാരിച്ചു നിന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം നീ ആളാകെ മാറിപ്പോയി എന്നാണ്. അപ്പോൾ അഭി പറയുകയാണ്, ഞാനിപ്പോഴും എൻ്റെ ജീവിതത്തിൽ ആത്മഹത്യയെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ നന്ദുവിനെയാണ് കാണിക്കുന്നത്. നന്ദുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.